അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളുടെ പുതിയ വീഡിയോക്കുള്ളത്. അപ്പോൾ നമ്മൾ വന്നത് മൈൻക്രാഫ്റ്റാണ് ഗേസ്. അപ്പോൾ ഗേസ് നമ്മൾ ഒരു ചെറിയൊരു പ്രശ്നം പറ്റിയിരുന്നു. അതായത് ഞാൻ ഓക്കെ എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ ഇതൊക്കെ പൊളിച്ച് റോങ് വിത്ത് യു ബ്രോ എൻ്റെ യെസ് ഓക്കെ അതൊക്കെ റെഡി. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇതുണ്ടാക്കണതിൻ്റെ പുറപ്പാടിലായിരുന്നു. ഓക്കെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് ഒരു വില്ലേജർ നമ്മളെ ട്രേഡിങ് ഹാളിൻ്റെ കാര്യമാണ്. അപ്പോൾ എന്താണ് ഞാനിത് ഉണ്ടാക്കി ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് ക്യാമറയിൽ ഉണ്ടാക്കിയതൊന്നുമല്ല. ഞാൻ വീഡിയോ എടുക്കണം വിചാരിച്ചു, ബട്ട് ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. അതാണ് അത്ര വലിയ പ്രശ്നം. അതുകൊണ്ട് ഒരു ഉണ്ടാക്കിയത് ഫുള്ളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ എന്താ നിങ്ങൾക്ക് ഇനി എങ്ങനെ കാണിച്ചു തരുമെന്ന് അറിയില്ല. അപ്പോൾ പിന്നെ ഇവിടുത്തെ കുറേ ആൾക്കാരെ മാറ്റി എന്തിനാണ് എന്താ ഇവിടത്തിൽ അതെ ഇവിടുന്ന് കുറേ സാധനങ്ങൾ മാറ്റി. കുറേ സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വില്ലേജുകളുടെ ഇതൊക്കെ ഞാൻ മാറ്റി. യെസ്, അതായത് ഈ ഒരു ഇവിടെ ഫുള്ള് നമ്മളിത് വെച്ചിരിക്കുകയായിരുന്നു. അതൊക്കെ മാറ്റി നമ്മളിത് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്താണ്, കുറേ ദൂരെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിലേക്ക് പോകാൻ ഞാൻ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പുറത്തെ റെയിലൊക്കെ ഞാൻ കളഞ്ഞു. ആ റെയിലൊക്കെ എന്നിട്ട് ഇപ്പോൾ എവിടെയാണോ ചെസ്റ്റിൽ നോക്കിയിട്ട് അവിടെ ഒന്നും കാണാനില്ല. അയ്യോ, ഗോൾഡൻ ക്യാരറ്റ് കഴിക്കണ്ട, അത് നല്ലതല്ല, വേണ്ട. അത് ഞാൻ ഇത് കൂടെ കൊണ്ടുപോയിട്ട് ഞാൻ അത് കാണിച്ചു തരാം. എന്ത് അവിടെ അയ്യോ 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 അത് അവിടെയാണ് ഉള്ളത് ഗേസ്. അപ്പോൾ ഇത് ഇവിടെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്, കണ്ടോ? ഇവിടെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവന്മാരൊന്നും പേരിട്ടിട്ടില്ല, ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ ആൾക്കാരാണ്. ഇവിടെ ഫുള്ള് ഇത്രേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി, സോറി ഗേസ്. അപ്പോൾ നമ്മളിതിന് പകരം വേറെ സംഭവമാണ് ഉണ്ടാക്കുന്നത് ഗൈസ്. അപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായി നേരത്തെ, മൈൻഡ് ചെയ്യണ്ട. എന്താ വെച്ചാൽ ഞാനൊന്ന് കട്ട് ചെയ്യേണ്ടി വന്നു, ചെറിയൊരു പണി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്നാമത് ഈ ബോണൊന്ന് കൊണ്ടുവന്നു. ഇവിടെ ഒരു പട്ടീനെ കണ്ടു. അപ്പോൾ ഇവനെ ടൈം ചെയ്യണം. ഹലോ ബ്രോ, ഏ ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ. ഓക്കെ, നീ എന്തായാലും എൻ്റെ പിന്നാലെ വന്നു. ബട്ട് ഇവൻ എവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഓക്കെ തന്നെ നമ്മൾക്ക് മെൻഡിങ് ഉണ്ട് ഇവിടെ. യെസ്, മെൻഡിങ് 10 ഇതിന് നമുക്ക് മെൻഡിങ് കിട്ടിയിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്. ആൻഡ് പ്രൊട്ടക്ഷൻ ഫോർ ബ്രോ. ഓക്കെ, അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവനെ രണ്ടാമത്തെ ടൈമാണ് ഇത് റീച്ച് ചെയ്യണത്. ഇവനെ എത്ര തവണ ആയിട്ടും നമുക്ക് മേടിക്കേണ്ടി വരും കേസ്, എന്നാലേ ഇവൻ ലോക്കാവുള്ളൂ. ബ്രോ കമോൺ ബ്രോ, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇവന്മാരെയൊക്കെ ഞാൻ എന്തോ വെച്ചിരിക്കുന്നു, സിൽക്ക് ഡച്ച് പിന്നെ കളഞ്ഞോളൂ. ഇതെന്താ 64? ഇത് 32 ആയിരുന്നു ഇതിനു മുമ്പ്. എൻ്റെ അമ്മ ചോയി, ഇവന്മാരെല്ലാവരും കൊള്ളില്ല കേട്ടാ. ഇതൊക്കെ നമുക്ക് ഫോർച്യൂൺ 3. ഓക്കെ, ഇതൊന്നും ഞാൻ നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഇവന്മാരെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓക്കെ നമ്മളുടെ ഡോഗ് അവിടെ പോയി. ബ്രോ, വെർ ഈസ് മൈ ഡോഗ്? കമോൺ ബ്രോ, നമുക്ക് ഇവനൊരു വീടുണ്ടാക്കണം കേട്ടാ. നിങ്ങൾ ഇവൻ്റെ ഒരു നല്ല പേരിട്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. കമൻറ്റിൻ്റെ കാര്യം പറയുമ്പോഴാണ് നമ്മുടെ മൈൻക്രാഫ്റ്റ് ദേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ നമ്മളുടെ കഴിഞ്ഞ ലെറ്റ്സ് പ്ലേ വീഡിയോന് കമൻറ്റ് ചെയ്തിരുന്നു. ഷെയ്ഡർ കുറേ മോഡിൻ്റെ കമൻറ്റ് ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ എവിടെയെങ്കിലും കാണിച്ചേക്കാം. അപ്പോൾ മോഡിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് എന്തൊക്കെയോ ഇട്ടിരുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ കമൻറ്റിങ് ടു മൈ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അവൻ്റെ പേര് ചെയ്തേക്കാം കേസ് നമ്മുടെ ഇതിൽ. ബൈ ദ വേ ഓക്കെ, നമുക്ക് ഇവനെ ഞാൻ മേടിച്ചിട്ടുണ്ട് കേസ്. ഞാൻ ഒരെണ്ണം മേടിച്ചു, കഷ്ടപ്പെട്ട് 10 എമറാൾഡ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇവൻ ഇത് കളയില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കളഞ്ഞതിൻ്റെ ഞാൻ ഇപ്പം തൂക്കിയെടുത്ത് അപ്പുറത്തെ കണ്ടെത്തേക്ക് എറിയും. ഓക്കെ, നമുക്ക് ഇവനെ കൊണ്ടിട്ട് പോവാം കേസ്. ഇവിടെ നമ്മൾ നിൽക്കണത് ശരിയല്ല. വേഗം വാടാ കേസ്. ഞാൻ ആ മെൻഡിങ് കാണിച്ചു തരാം. നമുക്ക് പല്ലേക്ക് കൊണ്ടുപോയി ഇടണം കേട്ടോ. നമ്മൾ ഈ പിക്കാക്സിലാണോ ആക്സിലാണോ സൂഡിലാണോ ഇടേണ്ടത് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് നമുക്ക് എന്തെങ്കിലും ഇടണം, ബട്ട് എന്തിലാന്ന് ചോദിച്ചാൽ അത് തന്നെ എനിക്ക് എന്തിലും അറിയില്ല. ബ്രോ കമോൺ. തൽക്കാലം കേസ് നമുക്ക് ഇവനെ നമ്മളുടെ മൈനിങ് ഏരിയയിൽ കൊണ്ടുപോയി ഇരുത്താം.
എന്നാലേ അതാണ് നല്ലത്. കമോൺ ബ്രോ, യു സിറ്റ് ഹിയർ. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ അവനെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഗോളാണ്. ഞാനിതവിടെ എഴുതി വെച്ചു, നമ്മളുടെ ലിസ്റ്റ് ബോർഡിൽ ഇത് കൊണ്ടുപോയി വെച്ചിരുന്നു. അത് ഞാൻ മറന്നുപോയി. ഞാൻ പോയി ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇത് വെച്ചിട്ടില്ല അതൊന്നും. നമുക്ക് ഇത് വയ്ക്കാൻ പറ്റോ ബൈ ദ വേ. ഓക്കെ, പിന്നെ ഈ സാധനം ഇവിടെ കൊണ്ടുപോയി വെച്ചേക്ക്. ഇനി ഒരെണ്ണം കൂടെ ഉള്ളു, നമുക്ക് വേറെ വേണം. ഇവിടെ നമുക്ക് ഇവിടെ മെയ്ക്കെന്ന് വേണം. ബട്ട് ഞാനത് ഇന്നലെ കൊടുത്തില്ലായിരുന്നില്ല, അതാണ്. അടിയിൽ മതി. വില്ലേജർ ട്രേഡിംഗ് ഹാൾ. ഓക്കെ, നമുക്ക് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അയൺകുളം ഫാമാണ്. അത് നമുക്ക് ഇന്ന് തീർക്കണം കേസ്, എന്നാലും നമുക്ക് ഇതിൻ്റെ ഇത് തീർക്കുള്ളൂ. അപ്പോൾ മേക്ക് മുകളിൽ അയൺകുളം ഫാം. ഓക്കെ, നമുക്ക് ഇതൊന്ന് തീർക്കണം. എന്നാൽ നമ്മളുടെ ഈ ഭാഗം തീരും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഗ്ലോസ് കിറ്റിനെ കണ്ടുപിടിക്കാണ് കേസ്, എന്നാലേ അതും കൂടി റെഡി ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇങ്ങനെ തന്നെ ഇരിക്കും കേസില്ല. നമുക്ക് നെയിം ടാഗ് ഉണ്ടോ? നമുക്ക് നെയിം ടാഗ് കിട്ടിയിരുന്നു. എൻ്റെ കയ്യിൽ ഇല്ല എന്നാണല്ലോ തോന്നുന്നത്. ഉണ്ട് നെയിം ടാഗ്. അപ്പോൾ നമുക്ക് സോംബീനെ പേരിടാം. സമാധാനം. യെസ്, നമുക്ക് 2 നെയിം ടാഗ് ഉണ്ട്. ഒരെണ്ണം നമുക്ക് നമ്മളുടെ പട്ടിക്കുട്ടീനെയും, എൻ്റെ പേരെന്താണെന്ന് അറിയില്ല, പട്ടിക്കുട്ടീനെ വിളിക്കാം. നമുക്ക് ഒരെണ്ണം നമ്മളുടെ പട്ടിക്കുട്ടീനെ, രണ്ടാമത് നമ്മുടെ സോംബീനെയും പേരിടാം. സോംബീനെ നമുക്ക് നല്ല സോംബി നടാം കേസ്. അപ്പോൾ ഇത് എവിടെ ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ കേസ് ഐ ഡോണ്ട് ഹാവ് എൻ ഐഡിയ ബൈ ദ വേ. ഇനി എവിടെയെങ്കിലും ഉണ്ടാക്കാൻ കേസ് അത് തന്നെ. എനിക്ക് എൻ്റെ ഒരു വെച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാക്കണത് നന്നായിരിക്കില്ല. അപ്പോൾ എനിക്കൊരു അടിപൊളി സ്ഥലം കിട്ടി. എവിടെയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. കിട്ടിയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെയാണ് കേസ്. അവിടെ ഞാൻ എന്താണ് ഈ സാധനങ്ങളൊക്കെ ദൂരെ ഉണ്ടാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സവാന പഴമ്പൊരു തേങ്ങ ഉണ്ടാക്കേണ്ടതാണ് നമ്മുടെ അക്കേഷ്യ പഴമ്പയാണ്. പിന്നെ ഇവിടെ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. ഞാൻ ആദ്യം ഇവിടെ ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത് ബൈ ദ വേ. ആദ്യം ആ അറ്റത്ത്, പിന്നെ ഇവിടെ, പിന്നെ അങ്ങോട്ട് ആക്കി കേട്ടോ. അത് കുറച്ച് ദൂരെയാണ് കേസ്. നമ്മളെ ലേറ്ററിൽ പോകേണ്ടി വരും മിക്കവാറും. ഓക്കെ, ഇവിടെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടിനെ പറഞ്ഞുണ്ട്. അപ്പോൾ നേരെയാക്കിയിരുന്നു. ഓക്കെ, ഐ ആം വെരി സോറി യെസ്, ഐ ഡിഡ്ന്റ് വാണ്ട് ടു get out of here, idiots. Bro, what are you talking about, man? അവൻ മാത്രം നിൽക്കുന്നു. സോറി ബ്രോ. നമ്മൾ അവനെ തീർത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഉണ്ടാക്കണതിൻ്റെ പണി നോക്കണം. നോ ലോങ്ങർ വെയിറ്റിംഗ് കേസ്. അപ്പം ഞാൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ എങ്ങനെയായിരുന്നു ഞാൻ മറന്നു. ഇത് കുറേ ദിവസം ഉണ്ടാക്കാത്തതുകൊണ്ട്. അങ്ങനെയല്ലേ ഡോയ് വാ ബ്രോ. അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ അയൺ ഫാമിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. യെസ്, അയൺ ഫാമിൻ്റെ. ഓക്കെ, നമ്മൾ അവിടെയാണ് കേട്ടോ. യെസ്, അതെ, അതാണ് നമ്മളുടെ അയൺ ഫാം ബൈ ദ ബൈ. പിന്നെ അതെ, ഇതാണ് നമ്മളുടെ അയൺ ഫാം. ഓക്കെ, എവറിത്തിങ് ഈസ് ഹിയർ. അപ്പോൾ ഞാൻ ഇതൊന്ന് പറഞ്ഞു തരാം. ഇപ്പം എത്ര അയണായി? ഫുഡ് എടുത്തിട്ട് പോട്ടെ. ഓക്കെ കേസ്. ഇവിടെ ഇപ്പം എത്രയായി? 34 ആയിട്ടുണ്ട്. വളരെ നല്ല കാര്യം. അവിടെയാണ് നമ്മളുടെ സോംബി ഇരിക്കുന്നത്. ആ സോംബി
നിങ്ങൾക്ക് ടെക്നോളജി എന്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവും. ആ സോംബി ഇതിനെ പേടിപ്പിക്കുക. അപ്പോൾ ഇവർ പേടിക്കുകയല്ല, സോംബി വരുമ്പോൾ ഇവർ പേടിക്കും വില്ലേജർ. അപ്പോൾ നമ്മുടെ ആൺകോള സ്പോണാവും, ഇവിടെ വന്ന് ചാവും. സിമ്പിളാണ്. ഇതിൻ്റെ മുകളിലാണ്, ഇതിൻ്റെ തൊട്ട് മുകളിലാണ്, ഇവിടെയാണ് ആൺകോള സ്പോണാവുന്ന സ്ഥലം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആൺകുളം ഉണ്ടാക്കാനൊന്നും അറിയില്ല കേട്ടോ. ബെസ്റ്റ് ഇപ്പോൾ വീട് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമുകൾ ഉണ്ടാക്കാനൊന്നും അറിയില്ല. എനിക്ക് അത് ഉണ്ടാക്കാൻ അറിയണ്ടായിരുന്നു, ബട്ട് ഇങ്ങനത്തെ അല്ല. ഞാൻ ഈ സോംബീൻ്റെ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് അറിയില്ല കേട്ടോ എഫിഷ്യൻ്റ് ആവുമെന്ന്. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ഉണ്ടാക്കിയത്. ഇനിയും ഇതിനേക്കാളും എഫിഷ്യൻറ്റ് വേറെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് വേറെ മാറ്റി ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി ഇതിപ്പോൾ ഞാൻ യൂട്യൂബ് ട്യൂട്ടോറിയൽ വെച്ചിട്ട് നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. ഇനി ഇതിൻ്റെ ലിങ്ക് എനിക്ക് കിട്ടിയെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാൻ പറ്റുമെങ്കിൽ. ഓക്കെ, എന്തായാലും അത് സെറ്റ് ഇപ്പോൾ അതേ വരുന്നു വേണ്ടത് ചത്തു. നമുക്കിപ്പോൾ അയൺ ഇനി എന്തായാലും ഒരു സമാധാനമായിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് അയൺ കിട്ടുന്നുണ്ട്. നമുക്ക് അയൺ പോയി എടുത്ത് കൊണ്ടുപോകാം പ്ലീസ്. ഓക്കെ, നമുക്ക് ഈ പോപ്പിയാണ് ഇത് നമുക്ക് പ്രശ്നം. വാവ്, ഹേയ് ബ്രോ, ഹിയർ യു ഗോ. നിൻ്റെ അല്ലേടെ ഇത് ഇതൊക്കെ എടുത്തോ. ഓക്കെ, മഴ പെയ്യാൻ തുടങ്ങി. വാട്ടേ വണ്ടർ. അപ്പോൾ നമുക്കിനി ഇത് പേര് ചെയ്ത് വയ്ക്കാം ഗേസ്. നമ്മളുടെ ലിസ്റ്റ് ബോർഡിൽ നമുക്കിതും കൂടി ചെയ്യാം. നമ്മളുടെ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സെക്കൻഡ് റോ തുടങ്ങണം. പക്ഷേ എൻ്റെ കയ്യിൽ ഇതില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓ ഷൂട്ട്, എൻ്റെ കയ്യിൽ ഈ അയൺ ഉണ്ടല്ലോ. ഇപ്പം എന്തായാലും നമുക്ക് കുറച്ച് ഈ അയൺ കിട്ടുകൊണ്ട് സമാധാനമാണ്. മറ്റേത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, പൊട്ടിക്കുക, ഇവിടെ വയ്ക്കുക, പിന്നെയും പൊട്ടിക്കുക, ഇവിടെ വയ്ക്കുക. മേക്ക് അയൺ ഗോളം ഫാം. ഓക്കെ, അത് റെഡി. ഇനി നമുക്കിവിടെ ഇത് വെക്കേണ്ടത് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഞാനൊന്ന് പുറത്ത് പോയി നോക്കിയായിട്ട് നമുക്കിനി മെയിനായിട്ട് ആവശ്യം എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം ഗേസ്. നമുക്ക് ഇനിയിപ്പോൾ ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു സ്റ്റോറേജ് ഏരിയ വേണം. പറഞ്ഞ പോലെക്ക് എപ്പോഴും ഓർമ്മ കിട്ടണം. നമുക്ക് സ്റ്റോറേജ് ഏരിയ വേണം. അപ്പോൾ നമുക്ക് സ്റ്റോറേജ് ഏരിയ ഇത് വെക്കണം. നമുക്ക് ഇനി നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ സ്റ്റോറേജ് ഏരിയ ചെയ്യാൻ പോകുന്നത് മേക്ക് ആണല്ലോ അല്ലേ. മേക്ക് എ സ്റ്റോറേജ് ഏരിയ. നമുക്കിനി നമ്മുടെ സ്റ്റോറേജ് ഏരിയ ആണ് ചെയ്യേണ്ടത്. നമ്മളത് മേക്ക് എ ഹൗസ്, മേക്ക് എ എക്സ്പി ഫാം, മേക്ക് എ ബ്രിഡ്ജ് എക്സ്പി ഫാം, മേക്ക് എ പോർട്ടൽ, മേക്ക് എ ക്യാരറ്റ് ഫാം, മേക്ക് എ സ്കെൽട്ടൺ എക്സ്പി ഫാം, മേക്ക് എ മൈനിങ് ഏരിയ, മേക്ക് എ വില്ലേജ് ട്രേഡിംഗ് ഹാൾ, മേക്ക് എ ആൺകുളം ഫാം. ഇത്ര നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മേക്ക് എ സ്റ്റോറേജ് ഏരിയ, ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അതെന്തായാലും നമ്മൾ ഈ എപ്പിസോഡിൽ ചെയ്യില്ല. ബൈ ദ വേ നമ്മൾ എത്ര ദിവസമായി സർവൈവ് ചെയ്യണു? നമ്മൾ 100 ഡേ ഒക്കെ സർവൈവ് ചെയ്യണമെന്നാണ്. ഞാൻ ഇതുവരെ ഞാൻ മാക്സിമം 83 ഡേയ്സൊക്കെ സർവൈവ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. എനിക്ക് ഉറപ്പാണ് അത്ര ഉണ്ടാവുള്ളൂ എന്ന്. നോട്ട് എത്രയായി? അയ്യോ, ഓക്കെ 87. വാവ്, 80. ശരിയാ. ഞാൻ 83 ആണെന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ പിന്നെ ഞാൻ ഇവിടെ എല്ലാ സ്ഥലവും ലൈറ്റപ്പ് ചെയ്തു കേട്ടാ. എല്ലാ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്ഥലമൊക്കെ ഞാൻ ലൈറ്റപ്പ് ചെയ്തു. ഇവിടെ കേവ് ഫുള്ള് ഇപ്പോൾ ലൈറ്റ് കൊണ്ട് തിളങ്ങുകയാണ് കേസ്. അതുകൊണ്ട് ഞാൻ നോക്കി നോക്കട്ടെ. ഞാൻ ഇനി പറഞ്ഞ ഫുള്ള് തെറ്റായെങ്കിൽ പ്രശ്നമാകും. ഞാൻ കുറേ സ്ഥലം കണ്ടതേ ഉണ്ടോ. ഞാൻ കുറേ കഷ്ടപ്പെട്ട് എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി ലൈറ്റ് വെച്ചു. അടിയിലെല്ലാം കണ്ടോ. ഇപ്പോൾ നമുക്കിവിടെ മോബ് ഒരു സ്പോണും ആവില്ല. പിന്നെ ഇവിടെ ഇരുട്ടുമില്ല. ഇരുട്ടുണ്ടാവരുത് തന്നെയായിരുന്നു ഇത്. പിന്നെ നിങ്ങൾ കണ്ടതാണല്ലോ എൻ്റെ ഡയമണ്ട് പിക്കാക്സ് പോയി. വാട്ട് ദ ഹെൽ ബ്രോ. ഓക്കെ, നമ്മൾ ഡയമണ്ട് പിക്കാക്സ് ഞാൻ ലാവേക്ക് ഇട്ടു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ അത് കിട്ടിയെന്ന് വിചാരിച്ചു. ഞാൻ ഹോപ്പർ തിരഞ്ഞു നോക്കിയ പിന്നെ കിട്ടിയില്ല. ഞാനിത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഞാനിത് റെക്കോർഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ബട്ട് പ്രശ്നം എന്താ വെച്ചാൽ
ശരി, ഞാൻ 2 തവണ അത് റെക്കോർഡ് ചെയ്ത് വെച്ചു. അപ്പോൾ ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി വെച്ച് റെക്കോർഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതായത് ആ ഇത് ഉണ്ടാക്കണത് ഞാൻ ഫുള്ള് സ്പീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റെക്കോർഡ് ചെയ്യാൻ വിചാരിച്ച റെക്കോർഡ് ചെയ്തു. ഇതിപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ? എടി ഇവൻ എന്താണ് എന്നോട് ഇങ്ങനെ ദേഷ്യം? ഞാൻ എന്താ ചെയ്തത് ബ്രോ? കമോൺ ബ്രോ, ഞാൻ കൊല്ലട്ടെ. ഓക്കെ, നമ്മൾ അവനെ തട്ടിയിട്ടുണ്ട്. നമുക്ക് പറഞ്ഞ് വൈകിപ്പിക്കണം. നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് എൻഡ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ.